ഇന്ത്യൻ വൈജ്ഞാനിക പൈതൃകത്തിന്റെ മുഖമുദ്രയായ നളന്ദ സർവകലാശാലയ്ക്ക് പുതിയ രൂപവും ഭാവവും. ബീഹാറിലെ രാജ്ഗിറിൽ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയും കിഴക്കൻ ഏഷ്യ ഉച്ചകോടി രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണമായാണ് സർവകലാശാല വിഭാവനം ചെയ്തിരിക്കുന്നത്. 17 രാജ്യങ്ങളിലെ മേധാവികൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ അക്കാദമിക് പൈതൃകത്തിന്റെയും ഊർജ്ജസ്വലമായ സാംസ്കാരിക വിനിമയത്തിന്റെയും പ്രതീകമാണ് നളന്ദയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നളന്ദ എന്നത് വെറുമൊരു പേരല്ല, അതൊരു അഭിമാനവും മന്ത്രവും ഇതിഹാസവുമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നളന്ദയുടെ നവോത്ഥാനം ഇന്ത്യക്കൊരു സുവർണ കാലഘട്ടത്തിന്റെ തുടക്കമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. नालंदा ये केवल नाम नहीं है, नालंदा एक पहचान है, एक सम्मान है, नालंदा एक मूल्य है, नालंदा एक मंत्र है, गौरव है, गाथा है, नालंदा है उद्घोष इस सत्य का कि आग की लपटों में पुस्तकें भले जल जाएं, लेकिन आग की लपटें ज्ञान को नहीं मिटा सकती. ഇന്ത്യയുടെ ഭൂതകാലത്തിന്റെ ഒരു നവോത്ഥാനം മാത്രമല്ല, ലോകത്തിലെ പല രാജ്യങ്ങളുടെയും ഏഷ്യയുടെയും പൈതൃകം നളന്ദയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വസുധൈവ കുടുംബകം എന്ന ആശയത്തിന്റെ മികച്ച ഉദാഹരണമാണ് നളന്ദയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 1900 വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന 40 ക്ലാസ് മുറികളുള്ള 2 അക്കാദമിക് ബ്ലോക്കുകളോട് കൂടിയതാണ് പുതിയ ക്യാമ്പസ്. 300 സീറ്റുകൾ വീതമുള്ള 2 ഓഡിറ്റോറിയങ്ങൾ, 550ഓളം വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന ഹോസ്റ്റൽ, ഇന്റർനാഷണൽ സെന്റർ, 2000 പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആംഫി തിയേറ്റർ, ഫാക്കൽറ്റി ക്ലബ്, സ്പോർട്സ് കോംപ്ലക്സ് ഉൾപ്പെടെ വിവിധ സൗകര്യങ്ങളോട് കൂടിയുള്ളതാണ് അത്യാധുനിക ക്യാമ്പസ്. നെറ്റ് സീറോ ഗ്രീൻ ക്യാമ്പസാണ് നളന്ദയിലേത്. സോളാർ പ്ലാന്റ്, ഗാർഹിക കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ്, മലിനജലം പുനരുപയോഗിക്കുന്നതിനുള്ള ജല പുനരുപയോഗ പ്ലാന്റ്, 100 ഏക്കർ ജലാശയങ്ങൾ, കൂടാതെ മറ്റ് നിരവധി പരിസ്ഥിതി സൗഹൃദ സൗകര്യങ്ങൾ എന്നിവ സർവകലാശാലയുടെ സുസ്ഥിരതയുടെ ഭാഗമാണ്. ചരിത്രവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട് നളന്ദ സർവകലാശാലയ്ക്ക്. ഏകദേശം 1600 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ യഥാർത്ഥ നളന്ദ സർവകലാശാല ലോകത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ സർവകലാശാലകളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. 2016 നളന്ദയെ UN പൈതൃക കേന്ദ്രവുമായി പ്രഖ്യാപിച്ചിരുന്നു.